ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈം റിലേറ്റ് ചെയ്തിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് വരുമ്പം ശ്രദ്ധിക്കേണ്ട ബേസിക് കീ പോയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു. ഇനി ഈ ഒരു വീഡിയോയിൽ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക. സ്പീഡ് ഓഫ് എ ട്രെയിൻ ഈസ് 40 km/h. If the length of train is 350 meters, then how much time will the train takes to cross a man standing on the platform? ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? ഒരാൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിരിക്കുകയാണ്. അപ്പോൾ 350 മീറ്റേഴ്സ് ലെങ്ത്തുള്ള ഒരു ട്രെയിന് അയാളെ പാസ് ചെയ്ത് പോവാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ തന്നെ നമുക്ക് ട്രെയിനിൻ്റെ സ്പീഡ് 40 km/h എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന കാര്യങ്ങൾ ഫസ്റ്റ് ഇവിടെ നോട്ട് ചെയ്ത് വെക്കാം. സ്പീഡ് തന്നിട്ടുണ്ട്, 40 km/h ആണ്. പിന്നെ ട്രെയിനിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട്, 350 മീറ്റേഴ്സാണ്. അപ്പോൾ ഈ ട്രെയിന് ഇവിടെയുള്ള ഈ ഒരു വ്യക്തിനെ പാസ് ചെയ്ത് പോകാനെടുക്കുന്ന ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കൂലേ? ഇപ്പോൾ ആ ട്രെയിന് അയാളുടെ ട്രെയിനിൻ്റെ ഫ്രണ്ട് അയാൾ ക്രോസ് ചെയ്ത് പോയി, പിന്നെ ട്രെയിനിൻ്റെ ബാക്കും അയാളെ ക്രോസ് ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിലാണ് ട്രെയിൻ മുഴുവനായിട്ടും അയാൾ ക്രോസ് ചെയ്ത് പോയി എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കൂലേ? അപ്പോൾ ഇവിടെ ഡിസ്റ്റൻസ് എന്താ? നമുക്ക് ഡിസ്റ്റൻസ് കിട്ടിയല്ലോ. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 350 മീറ്റേഴ്സാണ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ, നമുക്ക് ഡിസ്റ്റൻസ് മീറ്ററിലാണ് തന്നത്, സ്പീഡ് km/h തന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? സ്പീഡിനെ നമ്മൾ മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. സ്പീഡിനെ മീറ്റർ/സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 200/18. അതിനെ ഷോർട്ടിലേക്ക് ആക്കിയാൽ 100/9 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ആ ഒരു ട്രെയിന് ഈ ഒരു പേഴ്സണിനെ ക്രോസ് ചെയ്ത് പോകുന്ന ടൈമാണ് ചോദിച്ചത്. ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആ ഒരു 3 ഇക്വേഷനിൽ ടൈം കാണാനുള്ള ഇക്വേഷൻ എന്താ? ഡിസ്റ്റൻസ് ബൈ സ്പീഡല്ലേ? ഇവിടെ ഡിസ്റ്റൻസ് എത്രയാ? 350 മീറ്റേഴ്സ്. സ്പീഡ് എത്രയാ? 100/9. ഇതിന് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 350 × 9/100 വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ഇതും ക്യാൻസൽ ചെയ്ത് പോവും. 35 × 9/10 വരൂല്ലേ? 35 × 9 എത്രയാ? 35 × 9 × 5 45 31 315/10 which is equal to 31.5 seconds. അപ്പോൾ ഈ ഒരു ട്രെയിന് ഈ പേഴ്സണിനെ ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 31.5 seconds ആണ്. അപ്പോൾ നമ്മൾ ആൻസർ കിട്ടിയില്ലേ? ഇതുപോലെ സിമ്പിളായിരിക്കും ക്വസ്റ്റ്യൻസ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു ഇക്വേഷൻസ് ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട കാര്യമേ വരുള്ളൂ. ഈ ഒരു കൺവേർഷന് കാര്യങ്ങളും കൂടി ഓർത്ത് വെക്കുക. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ടൈം ടേക്കൺ ബൈ 2 ട്രെയിൻ റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ to cross a man standing near a pole is 48 seconds and 38 seconds respectively, and it took 42 seconds for the train to cross each other. Then what is the ratio of the speed of the train? രണ്ട് ട്രെയിൻ എ ലെങ്ത്തുള്ള ഒരു ട്രെയിനും, ഈ ട്രെയിനിൻ്റെ ലെങ്ത്ത് എ ആണ്, ബി ലെങ്ത്തുള്ള വേറൊരു ട്രെയിനും ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടുള്ള ഒരു പേഴ്സണിനെ ക്രോസ് ചെയ്ത് പോകാനെടുക്കുന്ന ടൈം എന്ന് പറയുന്നത്
48 സെക്കൻഡും 38 സെക്കൻഡുമാണ്. എ ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം 48 സെക്കൻഡാണ്. ബി ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം 38 സെക്കൻഡാണ്. പിന്നെ ഈ എ ലെങ്ത്തുള്ള ട്രെയിനും ബി ലെങ്ത്തുള്ള ട്രെയിനും പരസ്പരം ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 42 സെക്കൻഡാണ്. എ ബി പരസ്പരം ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം 42 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ട്രെയിൻ ഒരു പേഴ്സണിനെയോ അല്ലെങ്കിൽ ഒരു പോളിനെയോ ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് ആ ട്രെയിനിൻ്റെ ലെങ്ത്ത് ബൈ സ്പീഡാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രെയിൻ എ ലെങ്ത്തുള്ള ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡ് നമ്മൾ എക്സ് ആയിട്ട് സങ്കല്പിക്കുക. എക്സ് ഈക്വൽ ടു, അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ട്രെയിനിൻ്റെ ലെങ്ത് ആയിരിക്കുമല്ലോ, എ ബൈ 48. ഇനി ബി ലെങ്ത്തുള്ള ട്രെയിനിൻ്റെ സ്പീഡ് നമ്മൾ വൈ ആയിട്ട് സങ്കല്പിക്കുക. ബീൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ലെങ്ത് ആണ്, ലെങ്ത് നമ്മൾ ബി ആണ്, ബി ബൈ 38 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ലെങ്ത് ഈക്വൽ ടു അതെയാണ്, ലെങ്ത് ഈക്വൽ ടു 48x ആണ്. ബി ലെങ്ത്തുള്ള ഈ ഒരു ട്രെയിനിൻ്റെ ലെങ്ത്ത് നമ്മൾ ബി ഈക്വൽ ടു 38y ഇത് കിട്ടി. ഇനി നമുക്ക് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ഈ രണ്ട് ട്രെയിനും പരസ്പരം ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് 42 സെക്കൻഡാണ്. അതായത് ആ ഒരു ടൈം ക്രോസ് ചെയ്ത് പോകാൻ എടുക്കുന്ന ടൈം ഈക്വൽ ടു എന്താ ഇക്വേഷന്? ലെങ്ത് ഓഫ് ട്രെയിൻ എ പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ ബി ഡിവൈഡഡ് ബൈ രണ്ടിൻ്റെയും സ്പീഡ് ആഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് ലെങ്ത് ഓഫ് ട്രെയിൻ എ പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ ബി ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ട്രെയിനിൻ്റെ സ്പീഡ് പ്ലസ് സെക്കൻഡ് ട്രെയിനിൻ്റെ സ്പീഡ്. ഇതാണ് ഈ ഒരു ഇക്വേഷൻ വരുന്നത്. ഇവിടെ നമുക്ക് ട്രെയിൻ ലെങ്ത് എന്ന് പറയുന്നത് 48, എ ഈക്വൽ ടു 48x പ്ലസ് ബി ഈക്വൽ ടു 38y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. എത്രയാ ടൈം? ടൈം 42 സെക്കൻഡ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, 42 സെക്കൻഡ്. ഇനി നമ്മൾ ഈ ഒരു എക്സ് പ്ലസ് വൈനെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവാം. 48x പ്ലസ് 38y ആണ്. 48x പ്ലസ് 38y ഈക്വൽ ടു 42 ഇൻറ്റു x plus y, which is equal to 42 into x. 42x plus 42 into y, 42y. That is 48x plus 38y equal to 42x plus 42y. ഇനി നമ്മൾ എക്സിനൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോവുക, വൈനൊക്കെ ഒരു സൈഡിൽ കൊണ്ടുപോവുക. 48x മൈനസ് ഈ ഒരു 42xനെ ഇങ്ങേപ്പുറത്തേക്ക് കൊണ്ടുവരിക. 42x ഈക്വൽ ടു 38yനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. 42y മൈനസ് 38y. ദാറ്റ് ഈസ് 48x minus 42x equal to 6x equal to 42y minus 38y 4y അല്ലേ? ഇനി എക്സ് ബൈ ഈ വൈനെ ഇങ്ങോട്ട് കൊണ്ടുപോവുക, 6നെ ഓപ്പോസിറ്റിൽ കൊണ്ടുപോകാം. നമുക്ക് റേഷ്യോ അല്ലേ കാണേണ്ടത്. 6x എന്ന് പറഞ്ഞാൽ 6 ഇൻറ്റു എക്സ് അല്ലേ, 4y എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു വൈ. അപ്പോൾ ഇൻറ്റു വൈനെ ഓപ്പോസിറ്റിൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുമ്പോൾ എക്സ് ബൈ വൈ ഈക്വൽ ടു 4/6. അതായത് റേഷ്യോ എന്ന് പറയുന്നത് എക്സ് ഈസ് ടു വൈ ഈക്വൽ ടു 4:6. ദാറ്റ് ഈസ് ഈക്വൽ ടു
2:3. അപ്പോൾ രണ്ടിൻ്റെയും സ്പീഡിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് 2:3 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൻ്റെയൊക്കെ കാണുന്ന കുറേ ബേസിക് പോയിൻറ്റ്സും ഇക്വേഷനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക.